നമസ്കാരം ടീച്ചർമാരെ. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച്, അതായത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരങ്ക പരിപാടി സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദേശീയ പതാക എല്ലാവരും ഉയർത്തണം. അതേപോലെ അവിടെ വിവിധ കലാപരിപാടികളൊക്കെ നടത്തിയിട്ട് ദേശീയ പതാകയുടെ കൂടെ വന്നൊരു സെൽഫി ഫോട്ടോ എടുക്കുകയും ആ സെൽഫി www.hargartiranga.com എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ചെയ്യേണ്ടത്. എല്ലാ ടീച്ചർമാരും അംഗൻവാടിയിൽ പതാക ഉയർത്തുന്നുണ്ടാവും. വിവിധ പ്രസിഡൻറ്റും ബാക്കി സാമൂഹ്യ പ്രവർത്തകരും കുട്ടികളും എല്ലാവരും വന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നടത്തിയതിന് ശേഷം നിങ്ങളൊരു സെൽഫി എടുക്കുക. ആ എടുത്ത സെൽഫി ഹർ ഘർ തിരങ്ക എന്ന് പറഞ്ഞ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും വേണം. അതുകൊണ്ടെന്ന് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊക്കെ മൊത്തം ഈ വീഡിയോയിലൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പ്രോഗ്രാം നടത്തുക. പ്രോഗ്രാം നടത്തിയതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് മീതെ ഹർ ഘർ തിരങ്ക എന്ന് സെർച്ച് ചെയ്യുക. ഹർ ഘർ തിരങ്ക എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരും. അപ്പോൾ ആദ്യം ഹർ ഘർ തിരങ്ക എന്ന് മീതെ ഹർന്ന് അടിക്കുമ്പോൾ തന്നെ വരും. അപ്പോൾ കറക്റ്റായിട്ട് ഹർ ഘർ തിരങ്ക എന്ന് അടിച്ചാൽ വരും. അത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫസ്റ്റ് ഇതുണ്ടോ, ഈ ഫസ്റ്റ് തന്നെ നിങ്ങൾ എടുത്ത് നോക്കുക. ഹർ ഘർ തിരങ്ക എന്ന് കണ്ടോ, അവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് നമ്മുടെ പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് അപ്ലോഡ് ചെയ്തത് കാണാം, എണ്ണം കാണാൻ പറ്റും. അതുപോലെ അപ്ലോഡ് സെൽഫി കാണാം. അതിൻ്റെ താഴെ ഹോയ്സ് ദ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ കാണാം. നമുക്കിനി എങ്ങനെ സെൽഫി അപ്ലോഡ് ചെയ്യാൻ നോക്കി നോക്കുക. അതിൻ്റെ പ്രോസസ്സ് അവർ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതും കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യുന്ന ടീച്ചറുടെ പേര് അടിച്ചു കൊടുക്കുക. അതേപോലെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. സ്റ്റേറ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ട് അടിയിൽ വരും. ആ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇത് അംഗൻവാടി ടീച്ചർമാർ മാത്രമല്ല, ഇപ്പോൾ ഹെൽപ്പർ ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പർക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് ജനറേറ്റ്. അപ്പോൾ പേര് അടിച്ചു കൊടുക്കുമ്പോൾ തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാമെന്ന് മാത്രം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫി, ഒരു ഫോട്ടോ, അതായത് നമ്മുടെ കൊടി, നമ്മുടെ ദേശീയ പതാക വരുന്ന രീതിയിലൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ആ വരുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുക ഒന്നുമില്ല, നമുക്ക് നേരിട്ട് ഫോട്ടോ എടുക്കുക. ക്ലിക്ക് പിക്ചർ അല്ലെങ്കിൽ ബ്രോസ് ചെയ്തിട്ട് ഓൾറെഡി എടുത്ത ഫോട്ടോ ബ്രോസ് പിക്ചറായിട്ട് എടുക്കാൻ പറ്റും. സ്റ്റെപ്പ് 4 പറഞ്ഞാൽ ജനറേറ്റ് സർട്ടിഫിക്കറ്റാണ്. നമുക്ക് എടുത്ത ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ ഇതെങ്ങനെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി മീതയ്ക്ക് പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കി. ഒരു ടീച്ചറിനെ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മീതയ്ക്ക് പോയി കഴിഞ്ഞാൽ അപ്ലോഡ് സെൽഫി ഉണ്ട്. അതിന് താഴെ ഉണ്ടോ ഹോസ്റ്റ് ദ ഫ്ലാഗ്. അത് എന്താണെന്ന് ജസ്റ്റ് നോക്കുക. അത് ആവശ്യമില്ല. അത് നമ്മൾ എങ്ങനെയാണ് ഫ്ലാഗ് കെട്ടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടുന്ന് നമുക്ക് അപ്ലോഡ് സെൽഫി കൊടുത്തിട്ട് ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് വേണമെങ്കിൽ ചെയ്തിപ്പോൾ പറയുന്നത് നമ്മുടെ ഫ്ലാഗിൻ്റെ കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ വായിച്ച് നോക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെയും താഴെ നമുക്ക് നോക്കുന്ന സമയത്ത് അപ്ലോഡ് സെൽഫി ഉണ്ട്. ഇവിടെ അപ്ലോഡ് സെൽഫി അമർത്തിയാൽ നമുക്ക് ഇവിടുന്ന് നേരിട്ട് പേരും അതേപോലെ മൊബൈൽ നമ്പറും നമ്മുടെ രാജ്യത്തിൻ്റെ പേരൊക്കെ അടിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പോയിട്ട് നേരത്തെ പോലെ അപ്ലോഡ് സെൽഫി ഉണ്ടല്ലോ, അപ്പോൾ നേരിട്ട് നമ്മൾ നോക്കണം. ഈ ഹോസ്റ്റ് ഫ്ലാഗ് ചെയ്യണമെന്നില്ല. അപ്ലോഡ് സെൽഫി എടുത്തതിന് നമുക്ക് ഡീറ്റെയിൽസ് അടിക്കാൻ പറ്റും. അപ്ലോഡ് സെൽഫി എടുത്തതിന് ആദ്യം നെയിമാണ്. അപ്പോൾ നെയിം തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കുക. നിങ്ങളുടെ പേരെന്താണ് ഫുൾ നെയിം, കാരണം അത് സർട്ടിഫിക്കറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയിം തെറ്റാതെ അടിക്കുക. ആദ്യമേ പറഞ്ഞ പോലെ ടീച്ചർമാർക്ക് മാത്രമല്ല ഹെൽപ്പർമാർക്കും ചെയ്യുക. ആർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യുക. അവരുടെ പേര് കറക്റ്റായിട്ട് തെറ്റാതെ അടിക്കുക. ഒരു സെൽഫി എടുക്കുന്നത്. അപ്പോൾ പേര് തെറ്റാതെ അടിച്ചു. അതിനുശേഷം മൊബൈൽ നമ്പറും കറക്റ്റ് തെറ്റാതെ അടിക്കുക. പിന്നെ നമ്മുടെ രാജ്യം ഇന്ത്യ സെലക്ട് ചെയ്യുക. അതേപോലെ ലൊക്കേഷൻ ടൈപ്പ് അർബനാണ് അർബൻ, റൂറലാണെങ്കിൽ റൂറൽ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് സംസ്ഥാനം ഏതാ, സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യേണ്ടാവും. അവിടെ നമ്മൾ കേരള സെലക്ട് ചെയ്യും. നമ്മൾ കേരളത്തിലത്തെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ കേരളം കാണും. പിന്നെ ഡിസ്ട്രിക്റ്റ് നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആരാണോ നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് കറക്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് ഏതാണോ ആ ബ്ലോക്ക് കറക്റ്റ് തെറ്റാതെ അടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം അടിക്കേണ്ട. പേര്, മൊബൈൽ നമ്പർ, കൺട്രി, ലൊക്കേഷൻ ടൈപ്പ് അർബൻ ആണെങ്കിൽ അർബൻ, റൂറലാണെങ്കിൽ റൂറൽ. നമ്മൾ റൂറലായതുകൊണ്ട് റൂറൽ കൊടുത്തു. അർബൻ ആണെങ്കിൽ അർബൻ സെലക്ട് ചെയ്യുക. അതേപോലെ സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്റ്റ് തൃശ്ശൂർ. അതിന് താഴെ നമ്മുടെ ബ്ലോക്ക് കറക്റ്റായിട്ട് തെറ്റാതെ സെലക്ട് ചെയ്യുക. ബ്ലോക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലോക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പഴയന്നൂർ സെലക്ട് ചെയ്യുക. പഞ്ചായത്ത് ഏതാണോ, നമ്മളിപ്പോൾ പാഞ്ഞാളത്തെ ടീച്ചറെ അണിച്ചിട്ടുമ്പോൾ പാഞ്ഞാൾ സെൻറ്റർ സെലക്ട് ചെയ്യുക. ആരാണോ ചെയ്യുന്നത് നിങ്ങളുടെ കറക്റ്റ് പഞ്ചായത്ത്, നിങ്ങളുടെ അംഗൻവാടി സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന കറക്റ്റ് പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം അപ്ലോഡ് സെൽഫി എന്ന അടിയിലുണ്ട്. അപ്ലോഡ് സെൽഫി കൊടുക്കുക. ഈ അപ്ലോഡ് സെൽഫി കൊടുത്തതിന് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് പിക്ചർ എടുത്തിട്ട് ഡയറക്റ്റ് ഫോട്ടോ എടുക്കുക. അപ്പോൾ ബ്രോസ് പിക്ചർ നമ്മൾ ഓൾറെഡി എടുത്ത ഫോട്ടോ ആണെങ്കിൽ ബ്രോസ് ഫയൽസ് എടുക്കുക. ബ്രോസ് ഫയൽസ് തൊട്ട് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെടുത്ത ഫോട്ടോസൊക്കെ കാണും. അപ്പോൾ അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സെൽഫി നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എടുക്കുക. തൊടുന്ന സമയത്ത് നിങ്ങളെ എടുത്ത ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ഓതറൈസേഷൻ കൊടുക്കുന്നുണ്ട്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ അപ്ലോഡ് ആയിക്കോളും. അടിയിൽ ഹർഗർ തിരങ്ക എന്ന് എഴുതിയിട്ടുള്ള നിങ്ങളുടെ സെൽഫി ഓക്കെ. അപ്പോൾ ഇതാണ് ഡോക്യുമെൻറ്റ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജും വരും. അത് വന്നതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾക്ക് ഡൗൺലോഡ് ഇമേജ്, അതായത് നിങ്ങൾ ഈ ഹർഗർ തിരങ്ക എന്ന് എഴുതിയ ഫോട്ടോ നിങ്ങൾക്ക് എവിടെയും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പതാകയുടെ ഒപ്പമുള്ള നമ്മുടെ സെൽഫി ഡൗൺലോഡ് ആകും. പിന്നെ ഡൗൺലോഡ് കൊടുത്തു, അത് ഡൗൺലോഡായി. അതേപോലെ താഴെ ജനറേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ജനറേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോട്ടോയുടെ സൈസ് 10 MB കുറവായിരിക്കണം. അങ്ങനെ ആയിരിക്കും അത് കേട്ടോ. ഇത് ഹോം അടിച്ച് ബാക്കിലേക്ക് പോകും. നമ്മൾ ഡൗൺലോഡ് തണ്ട് ഈ ഡൗൺലോഡ് ബട്ടൺ കൊടുത്താൽ ഡൗൺലോഡ് ആയിക്കോളും. ഇത് നമുക്കിത് എവിടെ വേണമെങ്കിൽ ഇതിപ്പോൾ ഡൗൺലോഡായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടണമെന്നുണ്ട്. നിങ്ങളുടെ ഫുൾ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ആ ടീച്ചറുടെ സർട്ടിഫിക്കറ്റ്. ഇതേപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീദത്തെ ഷെയർ ബട്ടൺ അമർത്തിയിട്ട് താഴെ വാട്സപ്പ് ഉണ്ടാവില്ല, വാട്സപ്പ് നമുക്ക് കറക്റ്റ് വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ വാട്സപ്പ് എടുക്കുക. വാട്സപ്പിൽ നമുക്ക് ഷെയർ ചെയ്യേണ്ട ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഷെയർ ചെയ്ത് എങ്ങനെയെന്ന് കൂടി കാണിച്ചു തരാം. ഒന്നുകൂടി ഷെയർ അമർത്തിയിട്ട് എങ്ങനെയെന്ന് അറിയുന്നില്ലെങ്കിൽ ഷെയർ എടുത്ത് വാട്സപ്പ് അമർത്തുക. വാട്സപ്പ് ചിലപ്പോൾ ഓൾറെഡി വാട്സപ്പ് ആയിരിക്കും, ജസ്റ്റ് വൺസ് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. കൊടുത്തിട്ട് ആർക്കാണോ നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഇത് കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ അയച്ചു കൊടുക്കുക. ഇതേപോലെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഇന്നത്തെ പ്രോഗ്രാം ചെയ്യുക. ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുക. നന്നായി പ്രോഗ്രാം നടത്തുക. താങ്ക്